ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. രാജ്യം മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ നിന്ന് മുക്തമാകുന്ന ദിനം വിദൂരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ഭാരതത്തിന്റെ ഐക്യത്തിന് മലയാളിയായ VP മേനോൻ വഹിച്ച പങ്ക് അവിസ്മരണീയമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. പ്രഖ്യാപനം നിഷേധിച്ച് കോൺഗ്രസും BJPയും. ആന്ധ്രാപ്രദേശിൽ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 9 മരണം. അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസവും ഗ്രാൻഡ് സ്ലാം ജേതാവുമായ രോഹൻ ബൊപ്പണ്ണ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡ് ഉൾപ്പെടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ നിന്ന് മുക്തമാകുന്ന ദിവസം വിദൂരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റായ്പൂരിൽ നടന്ന ഛത്തീസ്ഗഡ് രജത ജൂബിലി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. നക്സൽ മുക്ത ഭാരതം സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2014 में जब आपने हमें अवसर दिया तो हमने भारत को माओवादी आतंक से मुक्ति दिलाने का संकल्प लिया और अब 125 जिलों में से सिर्फ 3 जिले बचे हैं जहां माओवादी आतंक का आज भी थोड़ा रुबाब चलाने की कोशिश हो रही है, लेकिन मैं देशवासियों को गारंटी देता हूं वो दिन दूर नहीं जब हमारा छत्तीसगढ़, हमारा हिंदुस्तान माओवादी आतंक से पूरी तरह मुक्त हो जाएगा. ചടങ്ങിൽ 14,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. വികസനത്തിനൊപ്പം പൈതൃകവും സംരക്ഷിച്ചുകൊണ്ടാണ് രാജ്യം മുന്നോട്ടു പോകുന്നതെന്ന് റായ്പൂരിൽ ഛത്തീസ്ഗഡ് നിയമസഭയുടെ പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണിന് കീഴിൽ 3 ലക്ഷം ഗുണഭോക്താക്കൾക്ക് 1,200 കോടി രൂപയുടെ ഗഡുവിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രതിമയും അനാച്ഛാദനം ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളം സന്ദർശിക്കും. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ക്വയർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുമായി ഉപരാഷ്ട്രപതി സംവദിക്കും. ഉപരാഷ്ട്രപതി പദത്തിൽ എത്തിയ ശേഷമുള്ള ശ്രീ CP രാധാകൃഷ്ണന്റെ ആദ്യ കേരള സന്ദർശനമാണിത്. ലഖ്നൌ ഒരു ഊർജ്ജസ്വലമായ സംസ്കാരത്തിന്റെ പര്യായമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പന്നവും വൈവിധ്യപൂർണവുമായ പാചകകലയുടെ പേരിൽ ലഖ്നൌ യുനെസ്കോയുടെ സർഗാത്മക നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിൽ അദ്ദേഹം അഭിനന്ദിച്ചു. ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് ലഖ്നൌ സന്ദർശിച്ച് അതിന്റെ പ്രത്യേകതകൾ ആസ്വദിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഹൈദരാബാദിന് ശേഷം ഈ പദവി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നഗരം കൂടിയാണ് ലഖ്നൌ. 69ാം പിറന്നാൾ ആഘോഷിച്ച് കേരളം. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഐക്യ കേരളം രൂപീകരിച്ചത്. കേരളപ്പിറവിയോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് സംസ്ഥാനത്ത് നടന്നത്. രാജ്ഭവനിൽ നടന്ന കേരളപ്പിറവി ദിനാഘോഷ പരിപാടികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ ഐക്യത്തിന് മലയാളിയായ VP മേനോൻ വഹിച്ച പങ്ക് അവിസ്മരണീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. കേരളപ്പിറവിയോടനുബന്ധിച്ച് ഇന്ന് ചേർന്ന നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. കേരളം അതിദാരിദ്ര്യമുക്തമാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും BJP നേതാവ് K സുരേന്ദ്രനും ആരോപിച്ചു. നാടിന്റെ ആകെ സഹകരണത്തോടെയാണ് അതിദാരിദ്ര്യാവസ്ഥ മറികടക്കാൻ സാധിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് അസാധ്യമായതൊന്നുമില്ല എന്ന് വീണ്ടും തെളിയിക്കാനാകുന്നത് നാടിന്റെ ഒരുമ കാരണമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെബ്സൈറ്റിൽ ബാക്കിയുണ്ടായിരുന്ന 1 എന്ന സ്ഥാനത്ത് 0 എന്ന് വന്നു. ഞങ്ങളെല്ലാം കണ്ടു നിൽക്കെ തന്നെ 64,006 കുടുംബങ്ങളും അതിദാരിദ്ര്യമുക്തമായതായി സാക്ഷ്യപ്പെട്ടു കഴിഞ്ഞു. ഇത് പറഞ്ഞത് ഇതൊരു തട്ടിപ്പല്ല, യാഥാർത്ഥ്യമാണ് എന്നത് നാം എല്ലാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. മന്ത്രിമാർ, ചലച്ചിത്ര നടൻ മമ്മൂട്ടി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ പിറവി ദിനം കൂടിയാണ് ഇന്ന്. തലസ്ഥാന ദ്വീപായ കവരത്തിയിലെ ഗാന്ധി സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് ഗൗരവ് സിംഗ് രജാവത്ത് ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു.
ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 9 പേർ മരിച്ചതിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഏകാദശി ദർശനത്തിനായി വലിയ തോതിൽ ഭക്തജനങ്ങൾ എത്തിയതാണ് അപകടത്തിന് കാരണമായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. GST പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ശേഷവും രാജ്യത്തെ മൊത്തം GST വരുമാനത്തിൽ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ മാസത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരവ് 4.6% വർദ്ധിച്ച് 1.95 ലക്ഷം കോടി രൂപയിലധികമായി. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മൊത്തം GST വരുമാനം 1.42 ലക്ഷം കോടി രൂപയായിരുന്നു. കേന്ദ്ര GST കളക്ഷൻ 36,547 കോടി രൂപയും സംസ്ഥാന GST 45,134 കോടി രൂപയുമാണ്. UPSC പരീക്ഷയിൽ ജയിച്ച ഉദ്യോഗാർത്ഥികളുടെ വിജയത്തിന്റെ പങ്ക് അവകാശപ്പെട്ട് പരസ്യം നൽകിയ 2 സിവിൽ സർവീസ് കോച്ചിംഗ് സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി 8 ലക്ഷം രൂപ വീതം പിഴ ചുമത്തി. പരസ്യങ്ങളിൽ ഉദ്യോഗാർത്ഥികളുടെ സമ്മതമില്ലാതെ പേരും ഫോട്ടോയും ഉപയോഗിച്ചതായി അതോറിറ്റി കണ്ടെത്തി. ഉദ്യോഗാർത്ഥികളുടെ പരാതിയെ തുടർന്നാണ് നടപടി. കേരളത്തിൽ റെയിൽവേ വികസനത്തിന് 20,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. മംഗലാപുരം കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് ട്രെയിനിന് വൈക്കം സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് ട്രെയിൻ ഈ മാസം 7-ന് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈദരാബാദിൽ നടക്കുന്ന ഇന്ത്യ ജോയി 2025 കോൺക്ലേവിൽ വേവ്സ് ബസാർ അവതരിപ്പിച്ചു. വാർത്താവിതരണ പ്രക്ഷേപണ സെക്രട്ടറി സഞ്ജയ് രാജു ഉദ്ഘാടനം ചെയ്തു. വേവ്സ് ബസാർ മാധ്യമ വിനോദ വ്യവസായ മേഖലയ്ക്കാകെ ഗുണം ചെയ്യുമെന്ന് ശ്രീ സഞ്ജയ് രാജു പറഞ്ഞു. OTT വാങ്ങുന്നവരും വേവ്സ് ബസാർ പ്ലാറ്റ്ഫോമിൽ ചേരുമെന്നും എല്ലാ ഭാഷകളിലും അനുയോജ്യമായ വിപണി കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. Waves Bazaar and this entire canvas of Waves is to take our media entertainment industry to global heights and not just create employment and economic imperatives, but at the same time it's also going to provide the soft push to our presence across the world. 2 തവണ ഗ്രാൻഡ് സ്ലാം ജേതാവായ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിച്ചു. 2 പതിറ്റാണ്ട് നീണ്ട കരിയറിന് വിരാമമിട്ട വിവരം സാമൂഹ്യമാധ്യമ പോസ്റ്റിലൂടെയാണ് ബൊപ്പണ്ണ അറിയിച്ചത്. ഇക്കഴിഞ്ഞ പാരീസ് മാസ്റ്റേഴ്സ് 1000-ലാണ് അദ്ദേഹം അവസാനമായി മത്സരിച്ചത്. 2017-ൽ ഗബ്രിയേല ഡാബ്രോസ്കോയ്ക്കൊപ്പം ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസ് കിരീടമുയർത്തിയതായിരുന്നു ബൊപ്പണ്ണയുടെ കരിയറിലെ വഴിത്തിരിവ്. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വൈകിട്ട് 3-ന് മുംബൈയിലാണ് മത്സരം. സെമിയിൽ ഓസറ്റിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചായിരുന്നു ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ 3-ാം മത്സരം നാളെ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45-ന് ബെല്ലേറിവിലാണ് മത്സരം. പരമ്പരയിൽ ഓസീസ് 1-0 മുന്നിലാണ്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിലായി. പ്രകടന പത്രിക പുറത്തിറക്കിയതോടെ NDAയും കോൺഗ്രസ് RJD മഹാസഖ്യവും തമ്മിലുള്ള പോരാട്ടം ശക്തമായി. ഇരു മുന്നണികളുടെയും പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. ഈ മാസം 6, 11 തീയതികളിലാണ് ബീഹാറിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 14-ന് നടക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഉപഹിമാലയൻ പശ്ചിമ ബംഗാൾ, സിക്കിം, പടിഞ്ഞാറൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും കനത്ത മഴ മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ നിന്ന് മുക്തമാകുന്ന ദിനം വിദൂരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ഭാരതത്തിന്റെ ഐക്യത്തിന് മലയാളിയായ VP മേനോൻ വഹിച്ച പങ്ക് അവിസ്മരണീയമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. പ്രഖ്യാപനം നിഷേധിച്ച് കോൺഗ്രസും BJPയും. ആന്ധ്രാപ്രദേശിൽ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 9 മരണം. അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രി. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസവും ഗ്രാൻഡ് സ്ലാം ജേതാവുമായ രോഹൻ ബൊപ്പണ്ണ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.